ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാങ്കുകാരുടെ മുന്നിൽ ശാരദ വന്നിട്ട് മണ്ണൊഴിച്ചിട്ട് തീ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജയപാലൻ അവിടേക്ക് വരികയാണ്. ജയപാലൻ വന്നിട്ട് കുറച്ച് ഡ്രാമ ഒക്കെ നടത്തുന്നുണ്ട്. എൻ്റെ പെങ്ങളാണ്, എൻ്റെ പെങ്ങളും കുടുംബമാണ്, ഇവരെ ഞാൻ അനാഥരാക്കൂല, ഇറക്കിവിടാൻ അനുവദിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ശാരദയുടെ കയ്യിൽ നിന്ന് ലേറ്ററൊക്കെ വാങ്ങിച്ച് ദൂരേക്ക് എറിയാണ്. നിങ്ങൾ അകത്തേക്ക് പോക്കോ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കട്ടെ, കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവരായിട്ട് സംസാരിച്ച് എന്തൊക്കെ ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ശാരദ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പുറത്തേക്ക് കഴിഞ്ഞ സമയത്ത് ബാങ്കുകാരെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവർ കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട്, ഞാനും കൂടെ സാക്ഷിയായിട്ടൊരു കാര്യം ഇപ്പം ഞാൻ പറയും, അത് എല്ലാവരും അനുസരിക്കണം എന്ന് പറയുകയാണേ. അങ്ങനെ പറയുന്നുണ്ട്. 8 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അത് സത്യം തന്നെയാണ് ശാരദ. ബാങ്കുകാരുടെ ഭാഗത്തും കുറച്ച് ന്യായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് നമുക്കത് അടയ്ക്കാൻ പറ്റില്ല, അത് അടയ്ക്കുന്നത് വരെ നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല എന്നുള്ളൊരു ധാരണയിലാണ് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജയപാലൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി കളയാണ് കേട്ടോ. അപ്പോഴേക്ക് ശാരദയും മക്കളൊക്കെ ആകെ ഞെട്ടി പോവുകയാണ്. ഇത് എന്തിങ്ങനെ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അവർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി തന്നെ വരികയാണ്. ജയപാലനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. അങ്ങനെ വീട് കൂട്ടി സീല് വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരും പോവുകയാണ്. അവസാനം ഇവിടെ തന്നെ ഇരിക്കാം, മുറ്റത്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരദ മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ വിനീതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ അവരെ. ചെറുതാണെങ്കിൽ എനിക്കൊരു വീടുണ്ട് അമ്മായി, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ വിനീതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വിനീതിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാലോ അവിടുത്തെ അവസ്ഥകളൊക്കെ. അപ്പോൾ തന്നെ അവിടെ എല്ലാവർക്കൊണ്ടും കൂടുതൽ പണിയെടുപ്പിക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ, നിളമോളെ കൊണ്ട് വരെ പണിയെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, അരവിന്ദേട്ടൻ പോയി, കിടപ്പാടം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പരസ്പരം സങ്കടപ്പെടുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഗംഗയും യമുനയും കാവേരിയും ഒക്കെ ഉള്ളിടത്തോളം തുണികളൊക്കെ പുഴയെ കൊണ്ടുപോയി അലക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ജയപാലൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുകയാണ്. പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. പക്ഷേ നിളമോൾക്ക് ചെറിയൊരു അപകടം സംഭവിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് യമുന നിളമോളെ എടുത്തിട്ട് ഓടുന്നുണ്ട്. ഓടുന്ന സമയത്ത് അവിടേക്ക് നരയൻ വരികയാണ്. അപ്പോൾ ഒരു രക്ഷകൻ എന്നുള്ള രീതിയിൽ നരയൻ ഇനി കാവേരിയുടെയും കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നരയൻ ഇങ്ങനെ കാറ് നിർത്തിങ്ങായിട്ട് നോക്കുമ്പോൾ നിളനെയും കൊണ്ട് ഓടി വരുന്നതാണ് കേട്ടോ കാണുന്നത് യമുന. അത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.